കിട്ടിയതെല്ലാം ഉൾക്കാഴ്ചയാണെങ്കിലും ചില താമസങ്ങളൊക്കെ പറ്റി ചോദിക്കും. മദ്യപാനത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മദ്യപാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും, കാനായിലെ കല്യാണത്തിന് ഭർത്താവ് മദ്യം വിളമ്പിയില്ലേ. അപ്പോൾ ബൈബിളിൽ തന്നെ ഇല്ലേ ഈ മദ്യപാനത്തെ കുറിച്ച് മദ്യം വിളമ്പിയതായി. പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഇത്രയും ആഴമായ ഒരു അർത്ഥം ഉണ്ടെന്ന് മനസ്സിലാകാതെ വേറെ ക്ലാസ്സുകൂടെ ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 10 വരെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടപ്പോഴാണ് എൻ്റെ കാനായ കല്യാണത്തിന് എൻ്റെ ചിന്താഗതിയായിരുന്നു. ചിലപ്പോൾ വല്ല വീര്യം പോലെ മദ്യം കൂടെ കൊടുത്തു കാണും. അതുപോലെ ആ വചനത്തിൽ പറയുന്നുണ്ട്, ആ കുടുംബത്തെ വലിയ അവമാനത്തിൽ രക്ഷിച്ചു, മകനെ വീട്ടിൽ തീർന്നു പോയി. അപ്പം ഞാനും വിചാരിക്കുന്നു അന്നത്തെ മദ്യമായിരിക്കും. പക്ഷെ അത് മദ്യമല്ലെന്നും അതിൻ്റെ പിന്നിൽ അത് പരിവർത്തനമാണെന്നും വളരെ വ്യക്തമായ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പല കൗൺസിൽ സമയത്തും പലരും തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നല്ലൊരു മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ ആ കാനായ കല്യാണത്തിൻ്റെ ബിരുദിൻ്റെ കാര്യം പറഞ്ഞ നല്ലൊരു അടുപ്പമായി. അത് കൂടുതൽ ഗ്രാഹ്യമായി ചിന്തിക്കാനുള്ള മോഡിഫൈയൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ വളരെ സ്റ്റെപ്പായിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് പൈസ